ഹായ്, എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഈ ഭൂമിയിലെ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% ആളുകളും പറയുന്നത് എന്താണെന്നറിയോ? കടം. ശരിയല്ലേ? കടം നമുക്ക് ബാക്കി എന്തും നമുക്ക് സഹിക്കാൻ പറ്റും. സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഇല്ലായ്മ നമ്മൾ അറിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. അതായത് അത്രയും ചിലവ് ചുരുക്കി ഒതുങ്ങി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് മറ്റൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് എങ്കിൽ, നമ്മളൊരാളോട് കടപ്പെട്ടിരിക്കുന്നു, കടം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലത്ത് മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവത്തില്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ടെൻഷനായിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുമുട്ടുമോ, അവരുടെ മുന്നിൽ ചെന്ന് ചാടുമോ എന്നുള്ള ഒരു ടെൻഷനായിരിക്കും. ഒരു സമയത്ത് നമുക്ക് മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല, അത് കൊടുത്ത് തീരുന്നിടം വരെ. അതുപോലെ തന്നെ നമ്മൾ ഈ കടം കൊടുത്ത ക്യാഷ് തിരിച്ച് കിട്ടാതെ വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഇത് നമ്മളുടെ അടുത്ത് കടം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ലോകത്തെങ്ങുമില്ലാത്ത എളിമയും സ്നേഹവും സഹതാപവും ഇങ്ങനെ പറഞ്ഞ് ഇവർ മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ നമ്മളങ്ങോട്ട് തിരിച്ച് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴോ ഇവരുടെ ദേഷ്യവും ഭാവവും ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മൾ അവരുടെ അടുത്ത് ഏതാണ്ട് ക്യാഷ് കടം മേടിക്കാൻ ചെന്ന പോലെ തോന്നും. പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, നമ്മളേതാണ്ട് വലിയൊരു എതിരാളിയെ കാണുന്നത് പോലൊക്കെ ഇവർ കാണും. അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് തിരിച്ച് കിട്ടായിക വന്നത് വാങ്ങിക്കാൻ വരുമ്പോൾ താണ് കേടങ്ങോട്ട് പറയും. തിരിച്ച് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോഴോ നമ്മളെ കണ്ട പാവം നടിക്കത്തില്ല. അഥവാ നമ്മളെ അങ്ങനത്തെ ഒരു കണ്ടില്ലായ്മ നടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണെങ്കിൽ തന്നെയും ഇവർ നമ്മളോട് എന്താ പറയുക, ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹമോ കരുണയോ ഇതൊന്നും അന്നേരം ഉണ്ടാവത്തില്ല. ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പിന്നെ നമ്മളുടെ അടുത്ത് പെരുമാറുന്നതും കാര്യങ്ങളും എല്ലാം. ഇത് വാങ്ങിക്കാൻ നമ്മൾ ഈ കൊടുത്ത ക്യാഷ് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ അവരുടെ പിന്നിൽ പിന്നെ താണ് കേണ് വണങ്ങിക്കിടന്ന് യാചിക്കേണ്ടതായ അവസ്ഥ. എൻ്റെ പൊന്നെ, എനിക്ക് തോന്നുന്നു ഒരു യാചകനും ഇത്രയും താണ് കേണ് കിടന്ന് യാചിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കടം കൊടുത്തവരെ അടുത്ത് തിരിച്ചു മേടിക്കാൻ പെടുന്ന പാട്, അതാണ് ഏറ്റവും വലിയ യാചന എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ എന്ത് ചെയ്താൽ സമ്മതിക്കണ്ടേ? ഇത് നമുക്ക് തരാം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുന്നു. അതായത് ഒരു കാരണവശാലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കഴിയുന്നതും മറ്റൊരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക നല്ലത്. കാരണം നമുക്കതിന് ഒരാവശ്യം വരുമ്പോൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടിയില്ലെന്നേ, അല്ലെങ്കിൽ തിരിച്ച് മേടിക്കാൻ അറിയില്ലാത്തവർ ഈ പണിക്ക് പോവാണ്ടിരിക്കുക. അതായത് കൊടുക്കാതിരിക്കുക. കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ അവസ്ഥയ്ക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പോലെ ഇത്രയും വലിയ ടെൻഷൻ, ഇത്രയും വലിയ ഒരു സങ്കടമോ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ പണമെന്ന് പറയുന്ന സംഭവമില്ല, അത് അധികമായ പ്രശ്നമാണ്. അധികം നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ഇത് കയ്യിലില്ലെങ്കിൽ ഉണ്ടല്ലോ, പിച്ചക്കാരൻ്റെ വിലയാണ് നമുക്ക് മറ്റുള്ളവർ തരത്തുള്ളൂ. ആട്ടി ഓടിക്കും നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ കാണുന്നവരോട് ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ആദ്യത്തെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നന്നായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടേതായ രീതിയിലൊരു വരുമാന മാർഗം, ജീവിതം മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടുന്ന ഒരു വരുമാന മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അത് അവർ വേദവാക്യമായിട്ടെടുക്കും. അതായത് നിങ്ങളത് മുഴുവൻ പറയണ്ട, എങ്ങാനും തുടങ്ങി വെച്ചാൽ മതി. അത്രയും ബഹുമാനത്തോടു കൂടി ഇവിടെ കേൾക്കും. അത് നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് അലറി വിളിച്ചെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനും അത് വകവയ്ക്കത്തില്ല. പണം ഉള്ളവനുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും അത് വേദവാക്യമായിരിക്കും മറ്റുള്ളവർക്ക്. ഇല്ലാത്തവൻ കിടന്ന് വെറുതെ കുരയാതെ കുരയ്ക്കാന്നേ ഉള്ളൂ. ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ആരും വകവയ്ക്കുക. അതുകൊണ്ടുണ്ട് ഈ ഉള്ള സമയത്ത് നിങ്ങൾ ഈ കളിച്ച് ചിരിച്ച് വെറുതെ സമയം കളയാതെ ഒരു 10ാം ക്ലാസ് തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ, അതായത് 9th തുടങ്ങി സ്റ്റാർട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ, നല്ല രീതിയിൽ പഠിച്ച് ആദ്യമേ തന്നെ നല്ലൊരു ജോലി സമ്പാദിക്കാനായിട്ട് നോക്കുക. 10 പൈസ മറ്റുള്ളവരുടെ കയ്യിൽ കൈ നീട്ടി വാങ്ങിക്കേണ്ട ഗതികേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം പോയി ചാവുന്നതാണ്. അത്രമാത്രം അവസ്ഥയായിരിക്കും. പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്നത് എത്രയോ ശരിയായ കാര്യമാണെന്ന് പറയുന്നത്. പല സാഹചര്യങ്ങളിലും നമുക്കത് ആവശ്യമായിട്ട് വരും.
അത്യാവശ്യമായിട്ട് വരും. നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ഒരാളോട് ചെന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എടുത്ത് മറിക്കാൻ ഉണ്ടായിന്ന് വരില്ല, നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അങ്ങനെ ഒന്നും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയതിന് ശേഷം നിങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ തീരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ട് ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് തുഴഞ്ഞ് ഒരു ഭാഗത്ത് എത്തി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മറ്റുള്ളവർ പറഞ്ഞത് എന്താണെന്ന് പറയും, അതെന്ത് നിസ്സാര കാര്യമല്ലായിരുന്നു, അതിപ്പോൾ ഇതിനോത്രം വലിയ സംഭവം എന്തുവാ, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ഇത് ആർക്കാ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വന്നെന്നിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുങ്ങിത്താണ ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എവിടെയാണോ മുങ്ങിത്താഴ്ന്നു പോയത് അവിടെ നിന്ന് അവരോടൊന്ന് നീന്തി കരകയറാൻ പറഞ്ഞു നോക്കുക, അവിടെ നിന്ന് അവരോടൊന്ന് നീന്തി തുടങ്ങാൻ പറയുക. അറിയാം ആ കടന്നു വന്ന വഴിയുടെ വിഷമങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച കഷ്ടപ്പാടുകളും എല്ലാം. മറ്റുള്ളവർക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊന്നും ഒരു കഷ്ടപ്പാടായിരിക്കത്തില്ല, നിസ്സാര സംഭവങ്ങളായിരിക്കും. പക്ഷേ ഈ മുങ്ങിത്താണു പോയവർക്ക് അവിടെ നിന്ന് തുഴഞ്ഞ് മുകളിൽ എത്തി വരാനായിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാടെടുക്കേണ്ടി വരും. മനസ്സിലാവുന്നു. അതുപോലെയാണ് നമുക്കിപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേട്ട ഒരു കാര്യമാണ്. അതായത് ഒരു അമ്മ പറഞ്ഞ ഒരു സങ്കടമാണ്. അതിൻ്റെ മകനെ കാണാനായിട്ട് ഒരു നോക്കൊന്ന് കാണാനായിട്ട് കൊതിയാവുന്നു. എനിക്ക് മനസ്സിലായില്ല ആദ്യം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പറഞ്ഞ കാരണം എന്താണെന്നറിയോ, അമ്മയുടെ ഇളയ മോനാണ്. മോൻ കല്യാണം കഴിഞ്ഞു, പക്ഷേങ്കിൽ കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടി ബഹുകേമം എന്ന് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു അവസ്ഥ. ഒട്ടും വൈകിയില്ല, അധികം വൈകാതെ തന്നെ അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നു. ആ അമ്മയ്ക്ക് ആ മകനെ ഒരു നോക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത്രയും നാളും വളർത്തി വലുതാക്കി ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ധിക്കരിച്ച് കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വീട്ടുകാരെ ആരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലുള്ളവരെ ആരെയും കണ്ടുകൂടാ, പല പല പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. വേറെ താമസിക്കാനായിട്ട് പോയി. ഒരു നോക്കി കാരണവന്മാർക്ക് അവരൊന്നും കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ല, എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ആ സമയത്ത് ഇവരും കഠിനമായി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. തങ്ങൾക്ക് വയസ്സാവുന്ന സമയത്ത് ഒരു താങ്ങാവുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഇവരെയൊക്കെ പഠിപ്പിച്ച് ഒരു ഇതിലേക്ക് ഇവർ കൊണ്ടുവന്നതും. പക്ഷേ ഈ മകൻ ഇങ്ങനെ ചെയ്തു, ഇവരെ തള്ളിക്കളഞ്ഞിട്ടൊരു പോക്ക് പോയി. അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നല്ലൊരു ജോലി സമ്പാദിക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്റ്റേബിളായിട്ട് വെക്കുക. അതായത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നൊരവസ്ഥയിൽ മാത്രം നിങ്ങളൊരു ഭാവി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കടവും വാങ്ങി വെച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ കടം വാങ്ങുന്നവരുടെ കുഴപ്പം എന്താണെന്ന് പറയുക, ഇവിടുന്ന് നിങ്ങൾ 100 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, കുറച്ച് കഴിയുമ്പം അവർ നിങ്ങളോട് അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഓടിപ്പോയി ചെയ്യും, ഇപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്ന് ഒരു 150 രൂപ മേടിക്കും. എന്നിട്ട് ആ 100 രൂപ അവർക്ക് കൊടുക്കും, 50 രൂപ സ്വന്തം ചിലവിലേക്ക് എടുക്കും. അപ്പം 100 രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം കടം എത്രയാണെന്നറിയാവോ? 150 രൂപ. അടുത്തയാൾ ഈ 150 രൂപക്കാരൻ നമ്മളോട് ചോദിച്ചു കൊടുക്കുമ്പോൾ സഹി കിട്ടുമ്പോൾ നമ്മൾ അപ്പുറത്ത് പോയിട്ട് 200 മേടിക്കും. ആ 200-നകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 50 എടുക്കും, 150 ഇവിടെ കൊടുക്കും. 100 രൂപയിൽ തുടങ്ങിയ കടമാണ് കേട്ടോ. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 200-ലാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് 100-ൻ്റെ കണക്കാണെങ്കിലും ഈ 10,000-ങ്ങളും ലക്ഷങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതായത് നമുക്ക് ഒരു വരുമാന മാർഗ്ഗമില്ല കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളയിടത്ത് നിന്ന് ഈ രീതിയിൽ റോൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്നത് വ്യർത്ഥധാരണയാണ്, നടക്കുകയല്ല. അത് അവസാനം പെട്ടുപോകും. ആ ഒരു സമയത്താണ് എല്ലാവരും മരണത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്കൊന്നും എത്താതെ മാന്യമായി നല്ലൊരു ജോലി സമ്പാദിക്കുക. നല്ലൊരു ജോലി സമ്പാദിച്ച് ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. മാക്സിമം ഈ കടക്കെണിയിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. മനസമാധാനം എന്ന് പറയുന്ന സാധനം ജന്മത്തിൽ നമുക്കുണ്ടാവത്തില്ല. സ്വന്തം ജീവിതം നല്ല രീതിയിൽ കരിപ്പിടിപ്പിക്കാനായിട്ട് നോക്കുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ചിലരുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ അറിയാതെ ചെന്ന് ചാടുന്നവരും പെട്ടുപോകുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ കയ്യും കാലും ഇട്ടടിച്ച് ഈ വിഷമിക്കുന്നവർ നമുക്ക് ചുറ്റും ഒരുപാടാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുക. ഒരു മാർഗം ദൈവം തെളിച്ച് തരും എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അതിൽ പതറി ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ആളുകൾ
ആ സമയത്തൊക്കെ നമുക്കിതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചു എന്ന് കരുതിക്കൊണ്ട് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അഭിപ്രായങ്ങൾ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് വേണ്ടത് സാമ്പത്തിക സഹായമാണ്. അത് എല്ലാവർക്കും ഒന്നും എപ്പോഴും പെട്ടെന്ന് എടുത്തു തരാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം അങ്ങനെ അങ്ങ് ചോദിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളായിട്ട് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിൽ കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. നല്ല രീതിയിൽ ചിന്തിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ.